ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് വൈകിയിടുന്നൊരു വീഡിയോ ആണ്. ഞാനിത് ഇപ്പോഴൊന്നും ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ല, കുറച്ച് നാളെ ഞാനിത് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നു, പക്ഷേ സമയം കിട്ടിയില്ല. അങ്ങനെ ഇന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ്. അത് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. കാരണം കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അന്നത്തെ ലുക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നോർമലി ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരാറില്ല. ബർത്ത്ഡേ എല്ലാവരും പറയില്ലേ, ബർത്ത്ഡേക്കാണ് 3-4 പേര് മെസ്സേജ് ചെയ്യണം, അതുപോലും ഉണ്ടാവാറില്ല. വല്ലപ്പോഴും മെസ്സേജ് വല്ലവരും അയച്ചാലായി, പിന്നെ നമ്മുടെ ഗ്യാങ് വല്ല റീലൊക്കെ ഷെയർ ചെയ്യലേ ഉള്ളൂ. പക്ഷേ കല്യാണത്തിൻ്റെ സമയമായപ്പോഴല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ലുക്കിൻ്റെ കളർ നമ്മൾ നോർമലി നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഫോട്ടോ ഇടുമല്ലോ, ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. ഒരുപാട് പേര്, അതായത് എന്തൊക്കെ അയക്കണമെങ്കിൽ ഭയങ്കര ചമ്മലായിരുന്നു ഇത് കണ്ടിട്ട്. കാരണം നല്ല മെസ്സേജസ് ആട്ടോ, എല്ലാവരും നല്ല ഇതായിട്ടാണ് പറഞ്ഞത്. എന്താ യു ലുക്ക് സോ പ്രെറ്റി, ബ്യൂട്ടിഫുൾ, അഴക്, ദേവത എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായി വെച്ചാൽ നമ്മൾ വളരെ ധൃതി. അത് ശരിക്കും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണത്തിന് ഒരു ഒന്നേകാൽ വർഷം ഗ്യാപ്പ് ഉണ്ടായി. പക്ഷെ അത്രയും ഗ്യാപ്പ് ഉണ്ടായിട്ടും നമ്മളെല്ലാം റെഡിയാക്കിയത് ലാസ്റ്റ് മൊമെൻ്റ് ആയപ്പോഴാണ്. സ്വാഭാവികം. അങ്ങനെ ലാസ്റ്റ് മൊമെൻറ്റിൽ റെഡിയാക്കിയത് കാരണം തന്നെ എല്ലാം ഒരു തിരക്ക് പിടിച്ച് ഒയ്യോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാണ്ട് ചെയ്തതാണ്. അപ്പം നമുക്ക് അറിഞ്ഞൂടാ ഒരാൾക്ക് നമ്മൾ എല്ലാവരെയും ഏൽപ്പിച്ചതൊക്കെ നമ്മൾ ഒരുപാട് നേരത്തെ ഇപ്പോൾ എല്ലാവരും വീഡിയോസിലൊക്കെ ഇങ്ങനെ കുറേ കണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇതിനോട് മാച്ച് ആയിട്ടുള്ള വീഡിയോസ് വരുമല്ലോ, അങ്ങനെയൊക്കെ കുറേ കണ്ടായിരുന്നു. നമ്മളൊരു 6 മാസം മുമ്പ് ഇന്നത് ബുക്ക് ചെയ്യണം, അത് അങ്ങനെയൊക്കെ. നമ്മൾ അങ്ങനെ ഒന്നും നോക്കിയിട്ടൊന്നുമല്ല ചെയ്തത്, നമുക്ക് കുറേ തപ്പി കിട്ടി ചെയ്തു, അങ്ങനെ ചെയ്യുമായിരുന്നു. പെട്ടെന്നായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിതെന്താവും എങ്ങനെയാവും എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്താവും എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളത്. എനിക്ക് ബേസിക്കലി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതാണ് ആദ്യം. എന്നുവെച്ചാൽ എങ്ങനെ വേണം ലുക്ക്, കല്യാണത്തിന് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വലിയ കാര്യമായ മേക്കപ്പോ അങ്ങനെയൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല, സിമ്പിളായിട്ട് എന്തെങ്കിലും അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നത്. അപ്പോൾ മെസ്സേജസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, നമ്മൾ അന്ന് ഒരുങ്ങി കഴിഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വിചാരിച്ചതിനേക്കാളും ഭംഗിയായി. അപ്പം മെസ്സേജസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചത്. എനിക്ക് സാധാരണ മെസ്സേജ് ഇതുവരെ അയക്കാത്തവർ വരെ എനിക്ക് മെസ്സേജ് അയച്ചു ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പം കുറേ പേര് ഇതിനെപ്പറ്റി ആരാണ് ചെയ്തത് എല്ലാം അന്വേഷിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്നൊരു വീഡിയോ ചെയ്യാം. അപ്പം എല്ലാവർക്കും ഇനി വരുന്ന ഇപ്പോൾ അപ്കമിങ് ബ്രൈഡ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുള്ളാവും. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അപ്പം അങ്ങനെ അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ അതാണ് ചെയ്യാൻ പോണേ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതൊക്കെ ബുക്ക് ചെയ്യാൻ നേരത്ത് എൻ്റെ മെയിൻ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. കാരണം കല്യാണത്തിൻ്റെ സമയത്ത് സ്വർണ്ണവില ഇപ്പോഴും അതെ, ആ സമയത്ത് ഭയങ്കരമായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് ഫണ്ട് മുടക്കി ചെയ്യണം എന്നുള്ളൊരിത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എവിടെ ആരെ ബുക്ക് ചെയ്യാൻ പോയാലും ഞാൻ ഫണ്ടൊക്കെ നോക്കി ഒക്കെ സെറ്റാക്കി അങ്ങനെ. അപ്പോൾ കുറേ ടൈം എടുത്തു എനിക്ക് ഓരോരുത്തരിലേക്ക്, ഇപ്പം ഞാൻ ഏൽപ്പിച്ചവരിലേക്ക് എത്താനായിട്ട് എനിക്ക് കുറച്ച് ടൈം എടുത്തായിരുന്നു. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നതെന്ന് പറഞ്ഞാൽ മെഹന്തി നമ്മൾ ഏൽപ്പിച്ചത് മെഹന്തി ബൈ നയന എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജിലുള്ള ചേച്ചിയാണ്. നമ്മുടെ പറവൂർ തന്നെയാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ ആ ചേച്ചിയെ നമ്മൾ ഏൽപ്പിച്ചത് മെഹന്തി ഞാൻ മെഹന്തി ഇടുന്ന ഒരാളല്ല, അതായത് മെഹന്തി ഇടുന്ന ആളെന്നല്ല, മെഹന്തി യൂഷ്വലി കയ്യിൽ ഞാൻ ഇടാറില്ല. ഞാൻ മയിൽപ്പീലി വരച്ച ഓലമടലാവുന്ന ടൈപ്പിൽ ഞാൻ തന്നെ സ്വയം വരയ്ക്കാറേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഏൽപ്പിച്ച് മൈലാഞ്ചി ഇടൽ, പിന്നെ മൈലാഞ്ചി അങ്ങനെ ഞാനങ്ങനെ ചെയ്യാറില്ല. പിന്നെ ഞാൻ ചെയ്തങ്ങനെ എൻഗേജ്മെൻറ്റിനാണ്, അതും വളരെ സിമ്പിളായിട്ടുള്ള മെഹന്തിയായിരുന്നു. ഇതിപ്പോൾ കല്യാണം എന്ന് പറയുമ്പോൾ കൈ നിറച്ചൊക്കെ മെഹന്തിയൊക്കെ വരുമല്ലോ,
അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ഒരു ഇതിൽ ഭയങ്കരമായിട്ട് ടൈമൊക്കെ എടുക്കും, ഇത് മുഴുവൻ വരച്ച് വരണ്ടേ, 2 കയ്യിലും വരച്ചൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ ടൈം എടുക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ തലേ ദിവസം നമുക്ക് ചടങ്ങുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമുക്ക് മെഹന്തി ഇടാമെന്നാണ് ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞത്. അപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് ടൈമിൽ വന്നു. മെഹന്തി ഇടൽ ഒട്ടും ടൈം എടുത്തില്ല എന്ന് തന്നെ പറയണം. എനിക്ക് ഒന്നാമത് ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആളായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്ന ടൈപ്പിലുള്ള അങ്ങനെ ഒരു ഇതായിരുന്നു. ആൻഡ് ചേച്ചിയുടെ അടുത്ത് ഞാൻ അങ്ങനെ ഒരു ഐഡിയാസോ ഡിസൈൻസോ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. ചേച്ചിയുടെ ഒരു ഇത് വെച്ചിട്ട് ഇട്ട് തരുമായിരുന്നു. ആൻഡ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചേച്ചി എൻ്റെ ഇട്ട് തന്നു, അമ്മൂനും ഇട്ട് കൊടുത്തു, അനിയത്തിക്കും ചേച്ചി തന്നെ ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അത് കഴിഞ്ഞു. ആൻഡ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻഗേജ്മെൻറ്റിൻ്റെ മെഹന്തി ഇട്ടതിനേക്കാളും റേറ്റ് കുറവായിരുന്നു എനിക്ക് കല്യാണത്തിന് മെഹന്തി ഇടാൻ. സത്യം കിട്ടും. ഇനി ഞാനത് എല്ലാവരോടും പറയുകയും ചെയ്തു, എനിക്ക് വളരെ റേറ്റ് കുറഞ്ഞാണ് എനിക്കിതൊക്കെ എല്ലാം കിട്ടിയത്. ഞാൻ എന്തോ ഭയങ്കരമായിട്ട് എല്ലാം കൂടി കുറേ അന്വേഷിച്ചിട്ടായിരിക്കാം, പക്ഷേ എനിക്ക് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വലിയ ഓവർ ഫണ്ടിലോട്ട് എനിക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ മെഹന്തി എങ്ങനെയായിരുന്നു, ഞാൻ ആ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുക്കാം. ആ ചേച്ചി മെഹന്തി ബൈ നയന എന്ന് പറഞ്ഞിട്ട് ഉള്ള ചേച്ചിയാണ് നമുക്ക് മെഹന്തി ചെയ്ത് തന്നത്. ഭയങ്കര ഭംഗിയിൽ ഒട്ടും ടൈം കൺസ്യൂം ചെയ്യാണ്ട് വേഗം ചേച്ചി പരിപാടി നമുക്ക് സെറ്റ് ചെയ്ത് തന്നു. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഒക്കെ നമുക്ക് പക്കിയായിട്ട് എല്ലാം ക്ലീനായിട്ട് പറഞ്ഞ് തന്നിട്ടാണ് ചേച്ചി പോയത്. സൂപ്പറായിട്ട് ചെയ്തു. നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് നമുക്ക് ഇട്ട് തന്നത്. അടിപൊളിയായിട്ട് ചേച്ചി നമുക്ക് മെഹന്തി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അടുത്തത് നമുക്ക് പറയാനുള്ളത് മേക്കപ്പാണ്. മേക്കപ്പ് ഞാൻ ഏൽപ്പിച്ചത് മേക്ക് ഓവർ ബൈ പവിത്ര എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജിലുള്ള ചേച്ചിക്കാണ്. ആ ചേച്ചിയെ ഞാൻ കണ്ടത്, ഞാൻ കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി ഇതിനു മുമ്പ്, പക്ഷെ ഒന്നും ഞാൻ വിചാരിച്ചൊരു ബഡ്ജറ്റിൽ നിൽക്കണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിന് എനിക്ക് ഒരിക്കലും ആ ബ്രൈഡൽ മേക്കപ്പ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കുമ്പം നമ്മൾ നോർമലി ഇൻസ്റ്റാഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ഞാൻ അങ്ങനെ കുറേ പേർക്ക് മെസ്സേജ് അയച്ചു. എല്ലാവരും 35, 45, 50 അങ്ങനോട്ടുള്ള മുകളിലോട്ടുള്ള റേഞ്ചിലേക്ക് എല്ലാവരും പോകുന്നുള്ളൂ, താഴത്തേക്ക് കാര്യം വരുന്നില്ല. എനിക്കങ്ങനെ ഞാൻ സംഭവം എല്ലാവർക്കും കല്യാണത്തിനൊരു എല്ലാ ബ്രൈഡ്സിനും ഒരു ഉള്ളിലൊരു ഇതുണ്ടാവുമല്ലോ, ഇങ്ങനെ വേണം ലുക്ക് എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിങ്ങനെ ഇപ്പോൾ പറയുന്നത് എയർ ബ്രഷ്, എനിക്കിതൊന്നും അറിയില്ല. ഒന്നാമത്തെ കാര്യം എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു മേക്കപ്പ് എന്നുള്ളത് മാത്രം എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ഇത് തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അവളുടെ കസിൻ ചേച്ചിയാണ്. അപ്പോൾ ഈ ചേച്ചിയുടെ ഇത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അവളുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ആ ചേച്ചിയുടെ നമ്പർ കിട്ടി, അങ്ങനെ കോണ്ടാക്ട് ചെയ്തതെന്നാണ്. കോണ്ടാക്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്താ നമ്മളുടെ ഇഷ്ടം എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ അതുപോലെ ചെയ്ത് തരാം എന്നുള്ളൊരു മൈൻഡുള്ള ചേച്ചി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം സംസാരിച്ചപ്പോഴും വളരെ കൂളായിട്ട് നമുക്ക് എന്താ വേണ്ടത് അങ്ങനെ ചെയ്യാം, വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് തന്നെ റേറ്റ് ഇതൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം എനിക്ക് ഓക്കെയാണ്, ഫുൾ ഓക്കെയാണ്. ഞാൻ ട്രയൽ നടത്തി. അതിൻ്റെ ഇടയ്ക്ക് മേക്കപ്പ് അന്ന് ഭയങ്കര ഒരു ഹറിബറി ആയിരുന്നു. കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ അടുത്ത് 5 മണിക്ക് എത്താൻ പറ്റി, ഞാൻ എത്തിയത് 6 മണിക്കാണ്. അത് എൻ്റെ ബാക്കിൻ്റെ ഫോൾട്ടാണ്. എന്നാലും ഞാൻ എത്തിയത് 6 മണിക്ക്. എന്നോട് 5 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് 6 മണിയാവാറായപ്പോഴാണ് ഞാൻ എത്തിയത്. എന്നിട്ടും കറക്റ്റ് മുഹൂർത്തത്തിൻ്റെ സമയമായപ്പോഴേക്കും ചേച്ചി ഫുള്ള് റെഡിയാക്കി സെറ്റാക്കി എനിക്ക് തന്നു. എന്നെയും അമ്മയും അനിയത്തിയും അത് ആലോചിക്കണം നിങ്ങൾ. ഞങ്ങൾ 3 പേര് ഈ 6 മണി സമയത്ത് എത്തിയിട്ടും ഞങ്ങൾക്ക് ആ മുഹൂർത്തം നേരത്തെ ആയിരുന്നു. 9:15 ഞങ്ങളുടെ മുഹൂർത്തം. അപ്പോൾ 9:15 മുഹൂർത്തം എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് തീരണം. 3 മണിക്കൂർ കുറേ ചേച്ചി 2 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾക്ക് ഫുള്ള് റെഡിയാക്കി തന്നത്. അതിന് ആ ചേച്ചിയുടെ കൂടെ തന്നെ മറ്റേ സാരി ഡ്രേപ്പ് ചെയ്യാനുള്ള ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ 3 പേരെയും കറക്റ്റ് ടൈമിന് ഒരുക്കി റെഡിയാക്കി വന്നു. ആൻഡ് 3 പേരുടെ മേക്കപ്പും സൂപ്പറായിരുന്നു. എനിക്ക് ഒന്നും പറയാനില്ല. എൻ്റെ ഞാൻ സ്വയം പൊക്കാനല്ല, പക്ഷെ അമ്മൂൻ്റെ അമ്മയുടെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമായിരുന്നു അവരുടെയൊക്കെ മേക്കപ്പ്. ആൻഡ് എല്ലാവരും പറയുകയും ചെയ്തില്ലേ എൻ്റെതല്ലായിരുന്നു. അപ്പോൾ പിന്നെ
എനിക്ക് പേഴ്സണലി എനിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്, സിമ്പിളായിരുന്നു, എന്നാൽ ഒരു ക്ലാസി ലുക്കും വന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ചേച്ചി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും നമ്മുടേതായ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെ ചെയ്യണം എന്നുള്ള വല്ല റെഫറൻസ് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അയച്ചോളാനൊക്കെ. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒന്നും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒറ്റ എഴുതി എനിക്ക് ഗോപിപ്പൊട്ട് തൊടണമെന്നായിരുന്നു. കല്യാണത്തിന് എനിക്ക് ഗോപിപ്പൊട്ട് വേണം. എനിക്ക് ഈ വട്ടപ്പൊട്ടിനേക്കാളും ഗോപി തൊടുമ്പോൾ കുറച്ചൊരു ഭംഗിയുള്ള പോലെ എനിക്ക് സ്വയം ഫീൽ ചെയ്യാറുണ്ട്. അത് എൻ്റെ മാത്രം തോന്നലാവാം, എന്നാലും എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് ഗോപിപ്പൊട്ട് തൊട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് മാത്രമാണ് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞത്. വേറൊന്നും ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞില്ല. ബാക്കിയെല്ലാം ചേച്ചി സ്വന്തം എനിക്ക് ചേരുന്ന രീതിയിൽ ചേച്ചി തന്നെയാണ് എല്ലാം റെഡിയാക്കി തന്നത്. പക്ഷെ എല്ലാം സൂപ്പറായിരുന്നു, മേക്കപ്പ് അടിപൊളി. അതുപോലെ അമ്മയുടെയും അനിയത്തിയുടെയും ഒക്കെ എല്ലാവരുടെയും മേക്കപ്പ് സൂപ്പറായി. എല്ലാം അമ്മൂക്ക് മറ്റേ ദേവസേന പോലെയൊക്കെയായി ലാസ്റ്റ് വന്നപ്പം. എല്ലാവരും പറഞ്ഞു അത് ഭയങ്കര ഭംഗിയായി. അപ്പോൾ ചേച്ചി പവിത്ര ചേച്ചിയോട് ഒരു വലിയ താങ്ക്സ് പറയണം, എന്നെ അങ്ങനെ ഒരു കോലത്തിലേക്ക് ആക്കിയെടുത്തതിന്. ഭയങ്കര രസമായിരുന്നു. ഹെയർ ചെയ്തതും മറ്റേ ഫേസിൽ ചെയ്തതും ഒക്കെ. ആൻഡ് സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തത് പക്കയായിട്ട് എല്ലാം സെറ്റായിട്ട് ചേച്ചിയും ചെയ്തു തന്നു. അപ്പോൾ അവരോടും ഒരു വലിയ താങ്ക്സ്. ആൻഡ് അവർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആണ് ചെയ്തു തന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മേക്കപ്പ് ഇതിൻ്റെയൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇത് കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. വളരെ ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴാണെങ്കിലും ചേച്ചി വന്ന് ചെയ്തു തരും, സൂപ്പറായിട്ട് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ മേക്കപ്പിൻ്റെയും അങ്ങനെ കഴിഞ്ഞു. അടുത്തത് പറയാനുള്ളത് സാരി, കല്യാണ സാരി. അതെനിക്ക് കുറച്ച് പറയാനുണ്ട്. കാരണം എനിക്ക് ഗോൾഡൻ സാരി വേണം എന്നുള്ളൊരിതുണ്ടായിരുന്നു. എനിക്കൊരു ഗോൾഡ് ടച്ച് വരണം കല്യാണത്തിന് എന്നുള്ളത് എനിക്കുണ്ടായിരുന്നു. നോർമലി എല്ലാവരുടെയിലും കാണുന്നത് പച്ച, റെഡാണ് വളരെ കോമൺ. റെഡ്, പച്ച, അങ്ങനെ മെറൂൺ പോലത്തെ കളറുകളാണ് സ്ഥിരമായിട്ട് കാണാറ്. ഞാൻ പറഞ്ഞു എനിക്ക് ഗോൾഡൻ ടച്ച് വേണം, ഗോൾഡൻ വേണം എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു. അത് ഗോൾഡൻ കളറുണ്ട്, പൊതുവേ ഇതിനുണ്ടാവാറുണ്ട്. ഞങ്ങളുടെ അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഗോൾഡൻ വേണമെന്നുണ്ടായിരുന്നു. അതും നോർമലി കാണുന്ന ഗോൾഡൻ അല്ല, എനിക്ക് കുറച്ചും കൂടി തിളക്കമുള്ള ഗോൾഡനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഞാനപ്പോൾ ഹൗസ് ഓഫ് കെമ്പിലാണ് നമ്മൾ ഏൽപ്പിച്ചത്. ഞാൻ അതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹൗസ് ഓഫ് കെമ്പിലാണ് ഞാൻ സാരി ഏൽപ്പിച്ചിരുന്നത്. ഈ ഹൗസ് ഓഫ് കെമ്പിലെ ഫൗണ്ടർ ഫെൻസി ചേച്ചി നമ്മുടെ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അവർ അച്ഛൻ്റെ ജ്വല്ലറിയിലെ ഓണറുടെ വൈഫാണ്. പക്ഷെ അങ്ങനൊരു ബന്ധമല്ല നമ്മൾ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അങ്ങനെ ഒരു ഓണർ അങ്ങനെ ഒരു ഇതല്ല ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പം വളരെ ക്ലോസ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ അവിടെ തന്നെയാണ് നമ്മൾ സാരി, എൻ്റെയും അനിയത്തിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് റെഡിയാക്കിയത്. അതും അവിടെയും എനിക്ക് ഒന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ഗോൾഡൻ സാരി എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അവർ തന്നെയാണ് എല്ലാം ചെയ്തത്. ആൻഡ് ഞാൻ പറഞ്ഞ ഗോൾഡൻ സാരി അല്ല എനിക്ക് വന്നത്, മെഹന്തി ഗോൾഡാണ് എനിക്ക് വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ സാരിയേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കളർ. എനിക്കിങ്ങനെ മെഹന്തി ഗോൾഡ് എന്ന് പറഞ്ഞൊരു കളർ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാരി വന്നതിൻ്റെപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെഹന്തി ഗോൾഡ് ഭയങ്കര രസമുണ്ട്, ലൈറ്റൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു തിളക്കവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഇത് തന്നെ മതിയെന്ന് ഫിക്സ് ചെയ്തു. അങ്ങനെ പിന്നെ ട്രയലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രയലും കാര്യങ്ങളൊക്കെ ചെയ്തു. സാരിയൊക്കെ സൂപ്പറായിരുന്നു. ഭയങ്കര അഭിപ്രായമായി സാരിയെ പറ്റി. എനിക്കൊന്നും ആ സാരി മേക്കപ്പ് ഒക്കെ കൂടി വന്നിട്ട് ഒരു ഭയങ്കര ഒരു വൈബ്രൻറ്റ് ലുക്കായി ഞാൻ. ശരിക്കും ഭയങ്കര രസമായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ, നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു ചേഞ്ച് വന്നു എനിക്ക്. സാരി ഉടുത്തിട്ടാണ് ഒരു തിളക്കം ഭയങ്കരമായിട്ട്. ഫോട്ടോസിലൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്, നേരിട്ട് അതിൻ്റെ രസമായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും സൂപ്പറായി, സാരിയൊക്കെ ഭയങ്കര രസമായി. അത് അവരുടെ ഓരോ വർക്കും അവർ ഓരോ ചെയ്തിരിക്കുന്ന മൈന്യൂട്ട് വർക്ക് വരെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യണത്. ആൻഡ് അവർ പറഞ്ഞു, നമ്മൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം, അതിൽ അവർ കുറേ മാസങ്ങളോളം എടുത്തിട്ടാണ് അവരതൊക്കെ റെഡിയാക്കണം. എല്ലാം ഹാൻഡ് വർക്കാണ്. ഭയങ്കര
ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ ആ ഒരു സാരി അങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ. നിങ്ങൾക്ക് എൻ്റെ ഫോട്ടോസിലോ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വർക്ക് അത്രയും മൈന്യൂട്ടുള്ള ചെറിയ വർക്കുകളാണ്. പക്ഷെ ഭയങ്കര ഭംഗിയില്ല. അത് എനിക്ക് ഫെൻസി ചേച്ചിയോടും ജോബി ചേട്ടനോടും അതുപോലെ മൊത്തം അവരുടെ ആ ഒരു ക്രൂവിനോടും എനിക്ക് താങ്ക്സ് പറയണം. കാരണം അതുപോലെ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ നിന്ന ഡിസൈനേഴ്സ് അവർ തന്നെയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ. എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എനിക്കറിയില്ല എങ്ങനെയായിരിക്കും ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഭംഗി വരിക, എനിക്ക് മാച്ച് ആവുന്നത്, ചേരുന്നത് എങ്ങനത്തെയൊക്കെയാണ്. അപ്പം ചേച്ചിമാർ തന്നെയാണ് എല്ലാം നോക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞായിരിക്കും ഭംഗി. എനിക്ക് അത്യാവശ്യം മണ്ണുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ചേച്ചിമാർ തന്നെയാണ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് തന്നത്. പക്ഷേ ഓവറോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഭംഗിയായി. വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ എക്സൈറ്റ്മെൻറ്റ് അത്രയും. എനിക്ക് ആ സാരി ഇട്ടിട്ടുണ്ടല്ലോ, ഞാനിങ്ങനെ നിന്ന് തുള്ളിച്ചാടിയായിരുന്നു ശരിക്കും. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. നമ്മൾ ആ ഫസ്റ്റ് ടൈം ഞാൻ ആ മെറ്റീരിയൽ കണ്ടിരുന്നു, അവരത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് മെറ്റീരിയൽ കണ്ടിരുന്നു. അപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു ഇതെങ്ങനെ ഇത് വർക്കൊക്കെ കഴിഞ്ഞാൽ അതെങ്ങനെ ആവും ഒരു ടെൻഷനല്ല. എന്നുവെച്ചാൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എനിക്കറിയാം. നമുക്കുള്ളിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഇത് എന്താവും എന്നുള്ളത്. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് പോയപ്പോൾ അമ്മാവനും അമ്മയും അമ്മുവാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. അവർക്ക് 3 പേർക്ക് അറിയാം ഞാൻ അവിടെ നിന്ന് ശരിക്കും ഞാൻ അവിടെ നിന്ന് തുള്ളിച്ചാടിയത്. അതുപോലെ ഞാൻ ഹാപ്പി ആയിരിക്കും ആ സാരി കണ്ടപ്പോൾ. ഭയങ്കര ഇഷ്ടമായി എനിക്ക് ആ സാരി. നല്ല രസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഗോൾഡൻ എന്നുള്ളൊരു ഇത് ഞാൻ എടുത്തത് കറക്റ്റ് ഒരു ചോയ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ ഇതിനും മാച്ചായിട്ടുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര രസമായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതുകൊണ്ട് കല്യാണത്തിൽ എനിക്ക് അയ്യോ അതങ്ങനെ വേണ്ട ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് തോന്നേണ്ടതായിട്ടുള്ള ഒരു കാര്യവും വന്നിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്ന ഓരോ ചോയ്സും ഡിസിഷൻസും പക്കിയായിരുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. മെഹന്തി ആയാലും മേക്കപ്പ് ആയാലും സാരി ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും ഇല്ലായിട്ടൊന്നുമല്ല. എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ അങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. പക്ഷേ എല്ലാവരോടും അതിന് ഭയങ്കരമായിട്ട് താങ്ക്സ് പറയണം. കാരണം എല്ലാവരും ഇങ്ങനെ ഒരു മെസ്സേജസ് അയക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയല്ലേ അതെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് അവരോടൊക്കെ ഭയങ്കരമായിട്ടൊരു താങ്ക്സ് ഉണ്ട്. കാരണം ആ ഒരു ദിവസം എന്നെ അത്രയും ഭംഗിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഇവരൊക്കെ ഭയങ്കര കാരണക്കാരാണ്. ഒട്ടും ടൈമും ഇല്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നാണ് നമ്മൾ കൊടുത്തത്. ഡ്രസ്സ് ആണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് നമ്മൾ കൊടുത്തത്. അവർ ആ ടൈമിനുള്ളവരത് മുഴുവൻ സെറ്റ് ചെയ്ത് തന്നു. എല്ലാം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നു. അപ്പോൾ കല്യാണം എന്നുള്ളത് പറയുമ്പോൾ എല്ലാ പെൺപിള്ളേർക്കും മനസ്സിലും അതൊരു ഭയങ്കരമായിട്ട് മെമ്മറബിളായിട്ടുള്ളൊരു ദിവസമാണല്ലോ. എൻ്റെ കല്യാണം എനിക്ക് വളരെ മെമ്മറബിളാണ്. വളരെ ബ്യൂട്ടിഫുള്ളൊരു മെമ്മറി ആക്കി തരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവരൊക്കെയാണ്. അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ഇവരെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് മിസ് ചെയ്ത് കളയാൻ പറ്റാത്തൊരു ആൾക്കാരാണ് ഇവരൊക്കെ. നമുക്കിപ്പോൾ നമ്മളല്ലാണ്ട് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേരുണ്ട്, ഫ്രണ്ട്സ് ഫാമിലി ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്കിതൊക്കെ പക്കിയായിട്ട് പോകാൻ പറ്റിയത്, അത് വേറെ കാര്യം. പക്ഷെ ഇവരെ നമ്മൾ ഒട്ടും വിട്ട് കളയാൻ പാടില്ല. കാരണം അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ആ ഒരു ഡ്രീം ഡേ അത്രയും സൂപ്പറാക്കി തരാനായിട്ട് 100% അവരുടെ വർക്ക് എടുത്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവരോടൊക്കെ ഭയങ്കരമായിട്ടൊരു താങ്ക്സ് പറയണം. അപ്പോൾ നയന ചേച്ചി, പവിത്ര ചേച്ചി, നമുക്ക് ഡ്രൈപ്പ് ചെയ്യാൻ വന്ന ചേച്ചി, അതുപോലെ ഫെൻസി ചേച്ചി, ജോബി ചേട്ടൻ, നമ്മുടെ ഡിസൈനേഴ്സ് എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. ശരിക്കും ലിറ്ററലി ഞാൻ എൻ്റെ ഫുൾ സ്നേഹം എടുത്ത് ഞാനൊരു താങ്ക്സ് പറയണം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ. ഞാൻ എല്ലാവർക്കും പേഴ്സണലി മെസ്സേജ് ഒന്നും സൂപ്പറായി അടിപൊളിയായി എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ആ വാക്കുകൾ കൊണ്ട് ഒതുങ്ങില്ല ഇത്. അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു എല്ലാവർക്കും. ഞാൻ അതിന് ശേഷം പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴും അവരും പറയുന്നത് ഇത് തന്നെയാണ്, ഭയങ്കര രസമായി അന്നത്തെ ആ ലുക്ക് എന്ന് പറഞ്ഞാൽ. ഭയങ്കരമായിട്ട് സൂപ്പറായി. എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു ഫോർ മേക്കിംഗ് മൈ ഡേ. ശരിക്കും അത്രയും ഹാപ്പിയായി ഞാൻ. ഓക്കെ, അപ്പോൾ ഇനി
ഇതുപോലെ അപ്കമിങ് ബ്രൈഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫങ്ഷൻസ് വരുന്നു, മേക്കപ്പ്, സാരി, ഡ്രസ്സ്, ഇങ്ങനെ മേക്കപ്പ്, മെഹന്തി ഒക്കെ നമ്മൾ തപ്പി നടക്കാൻ ഉള്ള ഒരു ഐഡിയയിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തരും. ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. മെഹന്തി ആയാലും മേക്കപ്പ് ആയാലും ഡ്രസ്സായാലും അവിടെ ചെന്ന് നമ്മളുടെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ പറഞ്ഞാൽ മതി, അവരത് പക്കയായിട്ട് നമുക്ക് റെഡിയാക്കി തരും. 100% ഞാൻ ഗ്യാരണ്ടി, സൂപ്പറായിട്ട് അവർ ചെയ്തു തരും. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. സൂപ്പറായിട്ട് നമ്മുടെ കല്യാണവും എല്ലാം ഭയങ്കരമായിട്ട്, ഞാൻ ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ശരിക്കും. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കല്യാണത്തിന് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ഫാമിലി, ഫ്രണ്ട്സ്, ഇവർ എല്ലാവരോടും ഭയങ്കരമായിട്ടൊരു താങ്ക്സ് പറയാണ് ഫോർ മേക്കിംഗ് അവർ ഡേ ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു.